ലൂക്കോസ് 9:62 യേശു പറയുന്നു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. യേശുവിനെ അനുഗമിക്കുന്നത് ഒരു പാർട്ട് ടൈം തീരുമാനമല്ല, അതൊരു സമഗ്ര വിളിയാണ് എന്നതിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യം. ഒരു കർഷകൻ ഒരു വയൽ ഉഴുതുമറിക്കുമ്പോൾ അവൻ നേരെ മുന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവൻ തിരിഞ്ഞു നോക്കിയാൽ ഉഴുതുമറിച്ചു കൊണ്ടുവന്ന പാത വളയുകയും നിലം നശിക്കുകയും ചെയ്യും. അതുപോലെ നാം ക്രിസ്തുവിനോട് പ്രതിജ്ഞാബദ്ധരായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചതിലേക്ക്, പഴയ ശീലങ്ങളിലേക്കോ പാപകരമായ സുഖങ്ങളിലേക്കോ ലൗകിക ബന്ധങ്ങളിലേക്കോ തിരിയാൻ നമുക്ക് അനുവദിക്കാനാവില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ പകുതി യേശുവിന് ആവശ്യമില്ല. പാർട്ട് ടൈം ശിഷ്യന്മാരിൽ അവന് താല്പര്യമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വിഭജിത ഹൃദയം കാണിക്കുന്നു. വിഭജിത ഹൃദയം അവന്റെ രാജ്യത്തിന് അനുയോജ്യമല്ല. ക്രിസ്തുവിന്റെ വിളി മുന്നോട്ടുള്ളതാണ്, പിന്നോട്ടല്ല. വിശുദ്ധിയിലേക്കും ദൗത്യത്തിലേക്കും നിത്യതയിലേക്കുമുള്ളതാണ്. സ്വയം ചോദിക്കുക, ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? പൂർണ്ണ അനുസരണത്തിൽ നിന്ന് എന്നെ തടയുന്ന എന്തെങ്കിലും ഞാൻ മുറുകെ പിടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഉപേക്ഷിക്കുക. രണ്ട് കൈകളും കലപ്പയിൽ വയ്ക്കുക. യേശുവിൽ നിങ്ങളുടെ കണ്ണുകൾ വയ്ക്കുക. മുന്നോട്ട് നീങ്ങുക. ഫിലിപ്പിയർ 3:13-14 വരെ പറയുന്നു, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു.